ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വന്ദനം. നാം കഴിഞ്ഞ 6 സെഷനിൽ സ്വർഗത്തിലേക്ക് പോകുന്ന നടപടിക്രമത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് 7-ാമത്തേതാണ്, ഫൈനൽ ആണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ 2 തിമോഥെയോസ് 2-ാം അധ്യായം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്ന വാക്യം ഇപ്രകാരമാണ്: ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. അതെ, നീതിയുടെ കിരീടം. അപ്പം നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ, ഒരു രാജ്യത്ത് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റ് അവസാനമായിട്ട് അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ ഒരു സുവനീറോ സമ്മാനമോ അവർ തരുന്നുണ്ട്. ഇവിടെ സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ ഏറ്റവും ആ ജേണിയിൽ നമുക്ക് കിട്ടുന്നതായ സ്വീകരണം, ഇപ്പം നമ്മൾ വായിച്ചതുപോലെ അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കിട്ടുന്ന നീതിയുടെ കിരീടം ലഭ്യമാകുകയാണ്. അതിനെ കൊറോണേഷൻ സെറമണി എന്ന് ഞാൻ പറയുന്നു. 3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം. കൊറോണേഷൻ സെറമണി എന്നതിന് പറയുന്നത്. ആകയാൽ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നാം സ്വർഗീയ യാത്രക്കാരാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് പോകുന്നതായ പല നിയമങ്ങൾ നമ്മൾ കഴിഞ്ഞ 6 സെഷനിൽ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അക്കമഡേഷന്, പാസ്പോർട്ട്, അതിൻ്റെ ഡിപ്പാർച്ചർ ടൈം, അതിൻ്റെ ടിക്കറ്റ്, കസ്റ്റംസ് നിയമങ്ങൾ, എമിഗ്രേഷൻ, ലഗേജ്, കറൻസി, വാക്സിനേഷൻ, വസ്ത്രധാരണം, ഇതൊക്കെ ടൈം ചേഞ്ച്, ഇതൊക്കെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ആകയാൽ പ്രിയ ദൈവമക്കളെ, അത് ഇങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അത് ഹെവൻ, എ ഗൈഡ് ഫോർ ട്രാവലേഴ്സ്. സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു: വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നതും വരിക എന്ന് പറയട്ടെ. അതെ, വരിക എന്ന ആത്മാവ് പറയുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതം എങ്ങനെ പ്രാർത്ഥിക്കുന്നതാകട്ടെ, കർത്താവിൻ്റെ കാന്തയാകുന്നതിനുള്ള യോഗ്യത നമ്മൾ പ്രാപിച്ചിട്ട് വേണം അത് പ്രാർത്ഥിക്കുവാൻ. അത് നിർജീവ പ്രവൃത്തികൾ എന്നുള്ളതായ മാനസാന്തരം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച് രക്ഷയ്ക്കായി വായുണ്ടേറ്റ് പറഞ്ഞു സാത്താനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് അവൻ്റെ മരണത്തോട് നമ്മൾ അനുരൂപപ്പെട്ട് വിശ്വാസ സ്ഥാനം സ്വീകരിച്ച് വക്രതയുടെ തലമുറയിൽ നിന്നും വേർപാട് പാലിച്ച് പരിശുദ്ധാത്മാവിൽ നമുക്ക് മുന്നേറുവാൻ സ്ഥാനമേറ്റ് നമുക്ക് ദൈവത്തെ ആരാധിച്ച് നമുക്ക് അവിടെ കടന്നില്ല നമുക്ക് ആഗ്രഹിക്കാം. ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.